അതായത് പഴയ കുടുംബത്തിൽ തമിഴായിരുന്നു അല്ലേ? പഴയ തമിഴ് നമുക്ക് ഇവിടെ നിന്ന് മലയാളം ഇല്ലായിരുന്നു. മലയാളം ഇപ്പോൾ ഒരുപാട് സംസാരിക്കാൻ വർഷം 10-50 ആയിരുന്നു. അതെ അതെ. പക്ഷേ തമിഴ് അറബി രാജ്യത്ത് നിന്നും വന്ന അതെ അവരുടെ കൂടെ ഈ മതപ്രബോധനത്തിന് വേണ്ടി ഇദ്ദേഹം അവരുടെ പ്രവർത്തനത്തിൽ ആകഷ്ടമായിട്ട് പുള്ളിക്കാരും മതപ്രവർത്തനത്തിന് വേണ്ടി രാജ്യം ചുറ്റുക. അന്നത്തെ കാലത്ത് വള്ളത്തിലും മഞ്ചേരിയിലേ ഉള്ളൂ. അങ്ങനെ ചുറ്റി വന്നതാണ് ഈ നാട്ടിൽ. ഈ നാട്ടിൽ വന്നങ്ങനെ അവിടെ കിടന്ന സ്ഥലമായിരുന്നു ഈ പാലക്കാട്. ഇപ്പോഴത്തേക്കാ 20 അടി കിടന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ ഇളകി മണ്ണ് ഇളകി ഒഴിച്ചു പോകാം. അവിടെ പുള്ളി താമസമായി. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനമൊക്കെ ഉണ്ട്. അവിടുത്തെ ഹിന്ദുക്കൾ തന്നെ അതായത് മുസ്ലിമാക്കി സ്ത്രീ വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഹിന്ദുക്കളെല്ലാം ഹിന്ദുക്കളായി. അങ്ങനെ നമ്മുടെ കേരളത്തിലെല്ലാം ഈ ഹിന്ദുക്കളും ഗോട്ടിമാരും ഒക്കെ നമ്മുടെ ഗോപിലാൻ്റെ സഹപ്രവർത്തകർ. കാര്യം പുള്ളിയുടെ പ്രവർത്തനം ചെയ്യാൻ സംസാരവും പുള്ളി അങ്ങനെ നല്ലപോലെ പഠിച്ചു മതം പഠിച്ചിട്ട് പുള്ളി ഇങ്ങനെ പള്ളി വിൽക്കാനുള്ള വാനിട്ടു. അപ്പോൾ ആരാധികളുണ്ട്. അങ്ങനെ തുടങ്ങിയതാണ് ഈ പള്ളി. ഈ പള്ളി നമ്മളെ തുടങ്ങിയത് ആദ്യം പുല്ലുകൊണ്ടുണ്ടാക്കി 2 പേർക്ക് 3 പേർക്ക് അന്നത്തെ ആൾക്കാർ നമ്മൾ പറഞ്ഞു വെച്ചു. പിന്നീട് അത് അവിടെ നിന്ന് രാജാവുമായിട്ട് തർക്കമുണ്ടായി. രാജാവ് അനുവദിച്ചത് 10 വീട്ടുകാർ വന്നതിന് ശേഷം ഈ 10 വീട്ടുകാരെ അവർ പല അത് എളുപ്പത്തിൽ വിവാഹം കഴിക്കാം കൊണ്ടുവന്ന് സംരക്ഷിച്ച് ഷെഡ് വെച്ച് കൊടുത്ത് അവർക്ക് ആഹാരം കൊടുത്ത് കൃഷി ചെയ്യാൻ സ്ഥലവും കൊടുത്ത് അവരെ കൊണ്ടുവന്ന് 10 വീട് കാണിച്ചപ്പോൾ രാജാവ് പള്ളിയൊക്കെ അനുവാദം തന്നു. അപ്പോൾ ആ അനുവാദത്തിൽ പറഞ്ഞ 1 മൈൽ ഈ നമ്മൾ താമസിക്കുന്ന ഈ അമ്പലത്തിൻ്റെ 1 മൈൽ മാറിക്കൊണ്ടാണ്. അപ്പോൾ ഈ ഭാഗം കാട് പിടിച്ചവർ അല്ലേ. അങ്ങനെ ഈ ഭാഗം വന്ന് പുള്ളി ഷെഡ് വെച്ച് ഓല കെട്ടി ഒരു പള്ളി ആക്കി പുള്ളിയും പുള്ളിയുടെ മക്കളും ഒക്കെ ആക്കി. അങ്ങനെ കുറേ ആൾക്കാരെ മുസ്ലിമായി ചേർത്ത്. പിന്നെ ഈ ചെറിയ ആൾക്കാരെ കൊണ്ടുവന്ന് അവർ മുസ്ലിമായ സന്താന പറ്റി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഭൂമി ഇവർക്കെല്ലാം കൊടുത്തു. കൃഷി ചെയ്യുന്ന ഭൂമി കൊടുക്കണമല്ലോ. ആ പുള്ളി ഒരുപാട് പേർ ഭൂമി ദാനമായിട്ട് കൊടുക്കും. ആ കൊടുത്ത ഭാഗം ഈ കാലം 3/4 ആവും. വൃന്ദമാനത്തെ അറിയാം. വൃന്ദമാനത്തെല്ലാം ഉണ്ട്. സെറ്റിൽമെൻറ്റ് പട്ടയത്തെല്ലാം ഇപ്പോഴും കഴിഞ്ഞ ഇടയ്ക്ക് 2 കാലത്ത് 300 പേർക്ക് അതിൻ്റെ അപ്പം പോയി കേസ് വന്നപ്പോൾ ഈ മേളിൽ കുറേ മുഖത്തോട്ടം അന്ന് എടുക്കാൻ കൊടുക്കാതെ ഉള്ളൂ. അല്ല ഈ പറയുന്ന നേരത്തെ പറഞ്ഞത് ക്ഷേത്രത്തിൻ്റെതായ പോലത്തെ ഒരു പിന്നീട് പണിഞ്ഞു കരി കൊണ്ടും കല്ല് കൊണ്ടും ഈ ആൾക്കാരെല്ലാം അങ്ങനെയെല്ലാം ഉള്ളതായി അതെല്ലാം കൂടി അധ്വാനിച്ച് കല്ല് കീറുക അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഈ വയലത്തെ ഭാഗത്തവർക്ക് ഏറിയ പോലത്തെ അവരവിടെ താമസമുണ്ട്. അവരിപ്പോഴും അവരുടെ പ്രായമുള്ളവർക്ക് പള്ളി വരും. അവർക്ക് കൂടിയ കുളം വെട്ടിയതും ഈ കൈപ്പട പോലുള്ള കല്ലുകൊണ്ടുണ്ടാക്കി കുളം ഉണ്ടായിരുന്നു മൂടി. എവിടെയായിരുന്നു അത്? റോഡിനോട്ട് വെച്ചിട്ടായിരുന്നു കുളം ഉണ്ടായിരുന്നു. അപ്പം കുളം ഉണ്ടായിരുന്നു. കുളം മൂടി 20 കൊല്ലമായിരുന്നു. അപ്പോൾ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി വേറെ വെള്ളം ഓഡിറ്റോറിയം വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ പൈപ്പ് വെള്ളമായി കിണറടിച്ച് അതിനകത്ത് തന്നെ ആ കുളത്തിൽ തന്നെ ഒരു കിണർ കുളം ഉണ്ടാക്കി. ബാക്കിയെല്ലാം മണ്ണിട്ട് പിന്നെ അതും കൊണ്ടായിരുന്നു തെറ്റി മാറി കാലപ്പഴക്കം സ്ലാബ് ഒടിഞ്ഞ്. ഇത് ഏകദേശം എത്ര 1000 വർഷത്തില ആറന്മുള അമ്പലത്തെ പോലെ തന്നെ ഇരുന്ന പണിഞ്ഞ അമ്പലം 3ാമത് പണിഞ്ഞത്. അത് കല്ലാലും കട്ടളയല്ല. അതൊക്കെ ഇപ്പം പള്ളിയിലൊക്കെ പോയി കാണാം. ആ കല്ലൊക്കെ എവിടെയും കിടപ്പം. അങ്ങനെ 3 ഗോപുരമായിട്ടായിരുന്നു. തടികളാണ്, ഓരോ തടികളാണ്, ഓരോ കട്ടളയും ഓരോ ഉത്തരങ്ങൾ. അതിൽ നിന്നാണ് ഒരു സെൻട്രൽ ഇങ്ങനെ ഒരു ഹാള. അതിൽ മേലോട്ട് ഈ തടി കൊണ്ട് തേച്ച് ഇങ്ങനെ 4 സൈഡ് ഇത് ഞാൻ പല 4 കെട്ട് പോലെ. അപ്പോൾ ഫ്രണ്ടിൽ നോക്കിയാൽ അമ്പലം പള്ളി. അങ്ങനെ 1985 അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഈ വർഗീയത വന്നത് ഒരു അമ്പലമുണ്ട് ഇവരുടെ അമ്പലമുണ്ട് കപ്പായുണ്ട്. നമ്മുടെ സാമ്പത്തികം നമ്മൾ ക്ഷീണിച്ചിരിക്കുന്നത് പബ്ലിക്കിനെ കൂട്ടിക്കൊണ്ടിരിക്കണമെന്നാണ് കൂടി. അങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ജനങ്ങളെല്ലാം സഹകരിപ്പിച്ച് പഴയ കാലത്തെ ജനങ്ങളും നാട്ടുകാരും അറിയുന്നതല്ല. കാര്യം ഒരുപാട് പള്ളിയിനകത്തുണ്ടായിരുന്നു. ഈ പള്ളിയിൽ ഒരുപാട് പേര് പോയി. 51 പള്ളിയിൽ പോകുന്നുണ്ട്. അവിടുത്തെ കുഞ്ഞാടുമെല്ലാം ഇവിടെ ആയിരുന്നു. ആര് പറഞ്ഞാൽ ഇപ്പോഴും സംഭാവന ചെയ്യും. ആര് ചോദിച്ചാൽ ആദ്യമൊന്നും ഫലം കിട്ടും. കണ്ണക്കുളം കാട്ടുപോയി ഇതുപോലെ ആഴക്കൊന്നും കളമൊക്കെ ഇങ്ങനെ ആളെ പോയി എല്ലാവരും ഞങ്ങൾ സ്വീകരണം ഈ പറയൊക്കെ വെച്ച് പോയി വിളക്കൊക്കെ വെച്ച് പണ്ട് തരുമായിരുന്നു. അത് അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം കൂടെ എതിർപ്പുള്ളൂ. ഇതൊരു അനാചാരമാണ് ഈ അടുത്ത കാലം. അപ്പോൾ പിന്നെ അത് എങ്ങനെ പോരെന്നാ പറഞ്ഞ് ഈ ഘോഷയാത്ര പോകുമ്പോൾ ആഴക്കുന്നതോടെ നമ്മളെ ചെറുപോലെ ആക്രമിക്കുള്ള പഴയ റോഡിൽ കൂടെ പോയി നമ്മളെ അങ്ങനെ കച്ചേപ്പിടിക്ക് വന്ന് അവിടെ വെച്ചാൽ വീടുകൾ കൊണ്ടാണ് പഴയ കാലത്തെ കുടുംബത്തോളം അതെല്ലാം സ്വീകരണം തരും. അവിടെ എല്ലാം പോയി ഇങ്ങനെ തിരിച്ച് വന്നു. ഇവിടുന്ന് പള്ളിയിൽ നിന്ന് ഘോഷയാത്രയായിട്ട് പോകും. 3-4 ആനയും കണ്ടയും
മേളങ്ങളും ഒക്കെ ഉണ്ടായി. ആ അങ്ങനെ പോയി അവിടെ എല്ലാ സ്വീകരണം ഏറ്റുവാങ്ങി എല്ലാ ജാതി മതസ്ഥരും ഇവിടുത്തെ കാര്യങ്ങൾക്ക് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അന്ന് കുറച്ച് കൂടുതലായിട്ടുണ്ട്. പിന്നെ ഈ വർഗീയതൊക്കെ കൂടിയെങ്കിലും ഈ സമുദായം ഈ വണ്ടിയോട് ആർക്കും അല്ല ആ ഒരു ഇതില്ല. എനിക്കറിയാം ആരും ചെയ്യും. നമ്മൾ വിളിച്ചാൽ വിളിപ്പട്ടുള്ള എൻ്റെ സത്യം. ഞാൻ ഒറ്റക്കാനും പോരാടുന്നേ. അപ്പോൾ പറഞ്ഞത് ദിവസം പഴയ കാലത്ത് 1000 വർഷമാണ് 1000 മേലാണ് പറയുന്നത്. നമ്മൾ അല്ല അപ്പനൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ. അപ്പനും പറഞ്ഞിട്ടുള്ളൂ 1000 മേലായിട്ടുള്ളൂ. അന്ന് എഴുത്തും വായനയുള്ള കാലം. അതിന് തെളിവുകളും മറ്റു കാര്യങ്ങളും എഴുത്തുള്ളതിൽ നമുക്ക് തെളിവില്ല. ചിത്രപ്പണിയുണ്ട്. ഈ കട്ടളകളിലൊക്കെ ഈ ഉത്തരത്തിലൊക്കെ ചിത്രപ്പണിയുണ്ട്. പൂക്കളുടെ പണി അതൊക്കെ ഭയങ്കര പണി. ഇന്നത്തെ മിഷൻ പോലും ഒന്നും ചെയ്യില്ല. അതൊക്കെ പിന്നെ കുറേയൊക്കെ രീ ഉപയോഗിച്ചു തടിയാണ് ഇതിൽ കൊണ്ട് ഉറപ്പിച്ചു. ആ കല്ല് കഷ്ടം കൊണ്ട് ഇപ്പോൾ അത് പടിയായിട്ട് ചവിട്ടുപടിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേ മണ്ണടിയിൽ പോയി അറിയത്തില്ലല്ലോ ഇതിൻ്റെ മഹത്വം. വിളക്കുകൾ കൽവിളക്കുകൾ അത് 2 പൊക്കമുള്ള കൽവിളക്കൊക്കെ ഉണ്ടാകും. ഈ ബിൽഡിങ്ങിന് ചുറ്റോട് ചുറ്റും കൽവിളക്ക് അത് വിളക്കൊന്നുമില്ലല്ലോ കിട്ടവില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നു. ചുറ്റോട് ചുറ്റും ഇത്രയും നേരത്തുള്ള കല്ലുണ്ട്. കല്ല് പെറ്റിക്കകത്ത് എത്ര ആ അക്ക മാത്രം എത്തേക്കേണ്ടി ഇത് കല്ലിട്ടിങ്ങനെ ചുറ്റോട് ചുറ്റുള്ളൂ. പിന്നെ കള്ളൊക്കെ ആയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് പൊളിച്ച് കളഞ്ഞു. ഇത് പറഞ്ഞ് 85 പണി പൂർത്തിയാക്കിയിട്ടില്ല. ഒരു നിലയുടെ പണിയാൻ പകുതി പണിയെടുത്തില്ല. നേരത്തെ എത്ര നിലയായിരുന്നു? 3 നിലയാണ്. 2 നിലയിൽ ആളുകൾ ഇത് കൊള്ളാം. മരത്തെ ഒരു ചെറിയ നിലയാണ്. അത് ഷേപ്പിന് വേണ്ടി ഇങ്ങനെ ഒപ്പിച്ച് വലയിട്ട് അതെ വലയായിരുന്നു. മേൽ തട്ടല്ല വാർപ്പല്ല. മേലത്തെ തട്ടെല്ലാം പലയാണ്. ഈ പോലെ നമ്മളതൊക്കെ കീറി കട്ടക്കൊക്കെ എടുക്കും. വലയ തേക്ക് വലയാണ്. അപ്പോൾ മില്ലിൽ കൊണ്ടുപോയി കൈ കൊണ്ട് അളർത്തുന്നത് അതിനുള്ള വലയല്ല. അങ്ങനത്തെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ആളുകൾ സൗകര്യാർത്ഥം അവരവരുടെ സ്ഥലങ്ങളിൽ ഇടുന്ന ഓരോ പള്ളികൾ വെച്ച് അവരെ ഇപ്പം പെർമിഷൻ കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് പിന്നെ അടക്കാൻ പോലും അനുവാദമില്ല. പിന്നെ ആ കാലത്തുണ്ട്. ഇപ്പോഴും പെർമിഷന് മൃതദേഹം അടക്കമുള്ള പിന്നെ അതില്ല. അതിന് പേരുണ്ടല്ലോ ശ്മശാനം എന്ന് പറഞ്ഞ സാധനം നമുക്ക് അനുവാദം ഇല്ല. വാങ്ങിച്ചിട്ടില്ല ഇവിടെ ഇല്ല. അനുവാദം അത് വാങ്ങിച്ചിട്ടില്ല. അനുവാദം ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ഭൂമി നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ. അത് നിങ്ങളുടെ ഭൂമി നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ എല്ലാം ബന്ധുക്കളല്ലേ. ഇതെല്ലാം നമ്മൾ കൊണ്ട് നിശ്ചയമാക്കി എടുത്തല്ലേ. അപ്പോൾ അവർ ഇടയ്ക്ക് സ്പെഷ്യലായിട്ടൊരു പ്രൊഫഷന് ആവശ്യമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ സഹായിക്കുന്നതെല്ലാം നമ്മൾ പറയുന്നു. പഴയ കാലത്ത് ഒരുപാട് സ്ഥലത്ത് പറയും. കാര്യം അല്ലാത്ത സ്ഥലത്ത് തരികയാണ്. അതുപോലെ ഈ യസൂരി പറഞ്ഞ കാലത്ത് അതുപോലെ മൃതദേഹങ്ങൾ വന്നു കുഴിയെടുത്തേക്കും. അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ കൊണ്ടുപോയി പോലും ബോധം കെട്ടി കിടക്കുമ്പോഴേ വായിൽ പൊതി കെട്ടി ആരും അടുക്കുക. അതിനുപോയായിട്ട് ഒരു കൂട്ടരുണ്ട്. അവരാ കൊണ്ടുവരുന്നു. അത് ചിമ്മി വെള്ളത്തിൽ കയറ്റി എത്ര ദിവസങ്ങൾ അവർ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മരിക്കുന്നത്. അങ്ങനെ പരിശോധനയൊന്നും ഇല്ലല്ലോ. മരിച്ചു കഴിഞ്ഞൊന്നും നോക്കത്തില്ല. അവകാശത്തെ കളി കഴിഞ്ഞാൽ പൊഞ്ഞേക്കും. പൊഞ്ഞ് 4 ദിവസം കൂടെ എടുത്തു. ഒരുപാട് അട്ടത്തും പുറമെല്ലാം അടക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പം പള്ളികളിൽ ജമാഅത്ത് ഒരുപാടായതുകൊണ്ട് എല്ലാവരും അവരുടെ സംസ്ഥാന പെർമിഷൻ മാറ്റി ചെയ്യുന്നു. എനിക്ക് അങ്ങനെ പെർമിഷൻ ഇല്ല. രാജാവിൻ്റെ കാലത്തുള്ള അനുവാദം അല്ലാതെ പിന്നെ ഒരു അനുവാദം പോകുന്നു. അല്ല അതിൻ്റെ ആവശ്യമില്ല. രാജാവ് തന്ന അതായത് നിങ്ങൾക്ക് പള്ളി വെക്കാനായിട്ട് അതായത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് അനുവാദം കിട്ടിയെന്ന് തോന്നുന്നു ഇല്ലേ? കാരണം അല്ല ആയില്യം തിരുനാൾ മാർത്താണ്ഡവർമ്മയെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കാലത്ത് പിന്നെ ഇതേപോലെ തന്നെ ഈ ചുങ്കം പിരിക്കുന്ന കാര്യം പറഞ്ഞില്ലേ? 6 പിരിച്ച് ചുങ്കം പിരിച്ചിട്ട് രാജാവിന് സമർപ്പിക്കുക. അതിന്റെ ഒരു വിഹിതം നമുക്കാണ്. ഉണ്ട്. അല്ല ഇപ്പം രാജാവുമായിട്ട് അത്രയ്ക്ക് ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. എൻ്റെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ അവിടെ മാവുണ്ടായിരുന്നു. ഒന്നാണ് ഇറച്ചി ഉണ്ടാക്കുന്നത്. ഇപ്പോഴും പറഞ്ഞു കേട്ടത് മ്ലാവ് കാട്ടുമൃഗങ്ങളൊക്കെ പിടിക്കാൻ അവർക്ക് കഴിവുള്ളവർക്കൊക്കെ ചെയ്യാനുള്ള പ്രവേശനമുണ്ടാകും. അല്ല അതാ ഞാൻ പറഞ്ഞ അന്നത്തെ കാലത്ത് ഈ യുദ്ധം ആണെങ്കിലും ഇതേപോലത്തെ മറ്റ് പല കാര്യങ്ങൾക്കാണെങ്കിലും ഈ എനിക്ക് തിരുവിതാംകൂറിനെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നിരിക്കണം ഉറപ്പായിട്ടും. അല്ല ഇപ്പം ആദ്യം ശരിക്കും ഞാൻ തിരുവിതാംകൂറിനോട് എതിർപ്പായിരുന്നല്ലോ ഇവിടുത്തെ തെക്കുംകൂറുകാർക്ക് ആദ്യകാലത്ത്. കാരണം പിന്നീട് ആ രാജാവ് നമുക്ക് സഹായം ചെയ്യുന്നവനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആദ്യത്തെ ഒരു കാലഘട്ടം ഞാൻ വായിച്ചപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിനുശേഷം
പള്ളി വെക്കാനായിട്ടുള്ള നമുക്ക് അനുമതി കിട്ടുകയും പിന്നെ അതിനെ തുടർന്ന് ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇത്ര നടത്തി വരുന്നു. അത് അങ്ങനെ തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. അല്ല, അതിനകത്ത് വേറെ ഒന്നുമില്ല. കാരണം അതിനെക്കുറിച്ച് ഒരു സംശയമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അല്ല, അതാ പറഞ്ഞേ, നമുക്കത് എടുക്കാം, കുഴപ്പമില്ല. അല്ല, എനിക്ക് തോന്നുന്നു 1805 രജിസ്ട്രേഷൻ ആക്ട് വരുന്നത്. അതിന് മുമ്പ് മിക്കവാറും ഒന്ന് ചെമ്പോലയിലോ അല്ലെങ്കിൽ രാജാവിൻ്റെ കാലത്തെ സെറ്റിൽമെൻറ്റുകൾ രേഖകൾ കാണും ഈ പറയുന്ന. അല്ലല്ല, അത് ഞാൻ പറഞ്ഞ അതൊന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാരമില്ല. ഇന്ന് നമ്മൾ നിലനിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്താണോ അത് പൊക്കോട്ടെ, അത്രയേ ഉള്ളൂ. അതിനകത്ത് പിന്നെ നമുക്ക് ഈ ഒരു കാര്യം അറിയണമല്ലോ, എന്താ പറയുന്നത്, ഇന്നതുപോലെ കാണും ഉറപ്പായിട്ട്. അപ്പോൾ അതാ, നമുക്ക് യാതൊരു ഇതും ഉണ്ടാവാനായിട്ടല്ല, നമ്മളൊരു നാടിൻ്റെ സംസ്കാരത്തെ പറ്റി പറയുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ആലെങ്കിലെ